എന്തുവാ മുത്തച്ചാച്ചൻ രാവിലെ എന്തുവാ അത്? ജാനിക്കുട്ടിക്ക് ഇല്ലയോ? ഇല്ലയോ? നോനോ പറഞ്ഞ കേട്ടില്ലയോ? കുഞ്ഞിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഫ്രിഡ്ജിൽ വെക്കാന് തുടക്കാതാന്ന് എടുത്ത്. വീട് 10ാമതേത്തിനായിരിക്കും പാല് കാച്ച് കേട്ടോ. ഈ വീടിന്റെ കാര്യം പറയുമ്പോ എന്തോ ഇനാ വേറെ പറയാൻ അറിയാൻ ചോദിക്കുവോ, എന്തൊരു കഷ്ടം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിലെ പടയണി വിഷുവിൻ്റെ അന്ന് ചൂട്ടുവെപ്പാണ്. പിന്നെ 1, 2, 3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് 3ാം പടയണിയാണ് കേട്ടോ. ലൈറ്റെല്ലാം ഇട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ്. പാട്ടും ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ട്, പ്രോഗ്രാമൊക്കെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി സവാള മേടിച്ചു, പാല് വാങ്ങിച്ചു. മക്കളെ ഫ്രിഡ്ജ് എന്നിട്ട് കുളിക്കും. പിന്നെ അമ്മ ഇന്ന് അമ്മയ്ക്ക് ചെരുപ്പ് വേണോന്ന് പറഞ്ഞു. അപ്പൊ ചെരുപ്പ് മേടിക്കാൻ, അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ കയറി. മോനിക്കുട്ടന് സ്ലിപ്പർ മേടിച്ചു. ഇത് എനിക്കാ. ആണുങ്ങളുടെ ഉണ്ട്, പക്ഷെ ഇതാ പെണ്ണുങ്ങളുടെ. ഇത് സ്ത്രീകളുടെ കൊള്ളാം. 5ാം ക്ലാസ്സിലെ ഇത് മേടിച്ചെന്നെ. ഇതുപോലത്തെ ചെരുപ്പ് ഇന്നാളെ അച്ഛനോട് പറഞ്ഞു നിനക്ക് മേടിക്കാൻ, ഇപ്പൊ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിഷ്ടം ഇത്തരം ചെരുപ്പ് നീ ഇടുന്നതൊക്കെ എനിക്കിഷ്ടം. ഇനി മേടിക്കാം, സ്കൂൾ തുറക്കാറാകുമ്പോ വേണമല്ലോ. പാല് കൊണ്ട് ഞാൻ എന്നോട് കൊണ്ടുപോകണം. അപ്പൊ അമ്മേ എന്തോ ഇതില്ലേ പൈസ കൂടുതലാണെങ്കിലേ ചിലത് കൊള്ളത്തില്ല. ഡെയിലി പോകുമ്പോ ഇടുന്ന ചെരുപ്പ് എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒന്നും പോകുമ്പം നമ്മള് അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പ് മാറ്റി വെക്കും, എവിടെയെങ്കിലും കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി 23ാം തീയതി ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിനൊക്കെ പോകണ്ടേ. അപ്പം അതിന് മേടിച്ചത് കേട്ടോ. ഫാർമസിയിൽ അജിയണ്ണന്റെ ചേട്ടന്റെ മോന്റെ കല്യാണം. അപ്പൊ നമുക്ക് പോണം. ഒന്നുമില്ല, കുളി. പിന്നെ ഇന്ന് അത്താഴത്തിന് ചോറും ചക്ക വേവിച്ചതും മത്തിക്കറിയും, മത്തി വറുത്തതുണ്ടോ ഇല്ല കേട്ടോ. മത്തിക്കറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുഞ്ഞോനെ ജാനിക്കുട്ടിയും കാണാനൊന്ന് കയറി. ഞാൻ അവിടുന്ന് എല്ലാവർക്കും ഗൂഗിൾ പേ അല്ലേ ഉള്ളൂ, ക്യാഷായിട്ട് ഇച്ചിരി വേണമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് മാമി മേടിച്ച് തരുമായിരുന്നു. അതെയും കൊടുക്കാൻ മറന്നു. ഇന്നത് കൊണ്ടു കൊടുക്കണമായിരുന്നു. അതിനവിടെ പോയി അവരെ കണ്ടു, തിരിച്ചിങ്ങോട്ട് പോരുന്നു.
ഇന്നൊരു ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു ഇവിടെ. ആ മഴ ചാറിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ചൂടായി കേട്ടോ. അപ്പോൾ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മുത്ത് ഇന്ന് രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്നെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് വന്ന് കിടന്നു കൂർക്കം വലിച്ചുറങ്ങി. 3:30 ആയപ്പോഴാണ് തോന്നി എഴുന്നേറ്റത്. ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഉറക്കമാണെന്നുള്ളത്. പിന്നെ വൈകിട്ട് എന്നെ വിളിക്കാൻ വന്നതാണ്. ലോക്കലിലാണ് വന്നത്. അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണ് പ്രിയങ്ങളെ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയും ഇവിടുത്തെ പടയണിയോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരെല്ലാം നാട്ടിലോട്ട് വരുന്നത് ഈ പടയണിയുടെ സമയത്താണ്. നമ്മുടെ ഹൗസ് ഓണറും ഇത് കുടുംബ വീടാണ് കേട്ടോ. അവിടുത്തെ എല്ലാവരുടെയും കുടുംബ വീടാണിത്. 10-65 വർഷം പഴക്കമുള്ള, അത്രയും വർഷത്തെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീടാണ്. അപ്പം ഇന്ന് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, അവരെ കണ്ട് സംസാരിച്ചിട്ട് പോയി. ഹൗസ് ഓണർ വരുന്നുണ്ട് ഞായറാഴ്ച. റിലേറ്റീവ്സൊക്കെ വരും. അപ്പം ഇവിടെ എല്ലാ വീട്ടിലുകളിലും എന്നും സദ്യയും ബഹളവും ഒക്കെയാണ് കേട്ടോ. ദിവസവും വിഭവസമൃദ്ധമായിട്ട് ആഹാരവും ഒക്കെ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ പടയണിയുടെ 10 ദിവസമാണ്. വിരുന്നുകാരും എല്ലാം കേട്ടോ. ഞങ്ങൾ വന്ന സമയത്തൊക്കെ പടയണി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും പോകാനുള്ള ഉത്സാഹവും ഒക്കെയാണ്. ഇത്തവണ ഉത്സാഹം ഇല്ലെന്നൊന്നുമല്ല, ഉത്സാഹമൊക്കെ ഉണ്ട്. പക്ഷേ ശരീരാവസ്ഥ വളരെ മോശമാണ്. ഈ അലച്ചിലിൻ്റെതായിട്ടുള്ള ക്ഷീണമുണ്ട്. രാത്രിയിൽ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങാനങ്ങ് ഇതാണ്. അതുകൊണ്ട് ഉറക്കളയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുക. ഈ അലച്ചിലും ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയാലും പോകും കേട്ടോ. എനിക്ക് പടയണി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി 10-10:30 ആകുമ്പോഴത്തേക്ക് പടയണി തുടങ്ങും. അതുവരെ പ്രോഗ്രാം ആയിരിക്കും. അതിനുശേഷം പടയണി തുടങ്ങും. പടയണി തുടങ്ങിയാൽ നല്ല രസമാണ് കാണാനും അത് ആസ്വദിച്ചിരിക്കാനും ഒക്കെ. അതൊരു പ്രത്യേക വൈബാണ്. ഈ പടയണിയെ പറ്റിയൊക്കെ ആധികാരികമായിട്ടൊക്കെ പറയാൻ നമുക്കറിയത്തില്ല. എന്നാലും അതൊരു ഭയങ്കര വിശ്വാസമാണ് ഇവിടെയൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് പടയണിയെ കാണേണ്ടതും അവിടെ ഇരിക്കേണ്ടതും ഒക്കെ. അപ്പോൾ പിന്നെ അതിനൊക്കെ നമുക്ക് ഈ പഴയ ഒരു ഉത്സാഹത്തോടെ പോയി പടയണി കാണാനും ഒക്കെ നമുക്ക് ദൈവം അനുവദിക്കട്ടെ. ഈ നാട്ടിലേക്ക് കൊണ്ട് എത്തിച്ച ഒരു ശക്തിയുണ്ട്. ഇവിടെ നമുക്ക് തുടരാൻ അനുവാദം ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ പടയണിയൊക്കെ കാണാനും അത് ആസ്വദിക്കാനും അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളിലൊക്കെ ഇങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ കുളിച്ചിട്ട് വരാം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ എന്നും, ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഇവിടെ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പഴയ ഗ്രാമത്തിൽ വേണ്ട സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അവരുടെ വാഹനങ്ങൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യാതെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിത്തരണമെന്ന് അടിയന്തരമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ യാതൊരു വിധമായ ബിസിനസ്സുകളും ഈ ക്ഷേത്ര മതിൽക്കെട്ടിന്റെ സൈഡിലുള്ള റോഡുകളിൽ യാതൊരു വിധമായ ബിസിനസ്സുകളും അനുവദിക്കുന്നതല്ല. കോലങ്ങൾ എല്ലാം തന്നെ എഴുന്നള്ളി ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്നത് തീവണ്ടിയുടെയും ചൂട്ടിന്റെയും വെളിച്ചത്തിലാണ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചോറ് ചൂടാക്കാനുള്ളതൊക്കെ അങ്ങോട്ട് വെച്ചതാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് ഓർക്കുവാണ്, അമ്പലത്തിൽ പടയണി വരുമ്പോഴത്തേക്ക് സൈഡിലെല്ലാം കുറേ കടകൾ വരുന്നതാണ്. ഇത്തവണ കടകൾ കാണാമെന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു എന്തോ സംഭവം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് നേരത്തെ കടകൾ വരുന്നത് അമ്പലത്തിൻ്റെ സൈഡിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നേ, റോഡല്ല, അതിനകത്തോട്ട് തന്നെ. അവിടെ ഇപ്പോൾ ഓഡിറ്റോറിയമായി. ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുമായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആ സ്ഥലം മൊത്തം ഓഡിറ്റോറിയമായി. അപ്പോൾ പിന്നെ റോഡിൻ്റെ സൈഡിലേ ഉള്ളു സ്ഥലം. അതുകൊണ്ട് ഇത്തവണ കടകളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ വയ്ക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ടാണ് കടക്കാരൊന്നും വരാഞ്ഞത്. അത് വലിയൊരു നഷ്ടമായിപ്പോയി, നമുക്കല്ല അവർക്ക്. പിന്നെ
ഇനി പടയണി ഗ്രാമത്തിലെങ്ങാനും കടകൾ വരുമോ എന്നറിയത്തില്ല. അവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ പടയണി ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് പടയണിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് പടയണി ഗ്രാമം എന്നുള്ള പേര് അങ്ങനെയാണ്. പിന്നെ ആറാട്ടിനുള്ള കുളം അവിടെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് അത്രയും സ്ഥലം അന്ന് പടയണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അതൊരു എന്താ പറയുന്നത്, ഒരുപാട് വലിയൊരു പ്രൊജക്റ്റ് അവിടെ നടക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വർഷം അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇനി കടകളും എല്ലാം അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, നമ്മളങ്ങോട്ട് പോയില്ലല്ലോ. വിദേശികളൊക്കെ വരാറുണ്ട് വീഡിയോയും ഫോട്ടോയും ഡോക്യുമെൻ്ററികളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ എന്നായിരുന്നു, ഒരാഴ്ച മുമ്പേ ഇവിടെ ഒരാൾ വന്ന്, നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം, വേറെ രണ്ടുപേരും കൂടി കൂട്ടി വന്നതാണ്. ഇതുപോലെ ഒരു വീട് അവർക്ക് പടയണിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതിത് ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അവർ വന്നതാണ്. അവരൊക്കെ മെയ് 15 മുതൽ, അത് പടയണിയുടെ സമയത്തല്ല, അത് കഴിഞ്ഞവർ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കൊടുക്കുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മളോടത് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിവിടെ താമസിക്കുന്നതല്ലേ. പിന്നെ പടയണിയുടെ പേരിൽ മാത്രമല്ല, ഇവിടെ വലിയൊരു എന്താ കവിയുണ്ട്, കടമ്മനിട്ട രാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ വീട്, നമ്മുടെ ഈ വീട് തൊട്ടപ്പുറത്ത് മുന്നിൽ റബ്ബറാണ്. ആ റബ്ബർ തോട്ടത്തിനപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം. അവിടെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സ്മരണയുടെ അന്ന് പരിപാടികളൊക്കെ ഉണ്ട്. മികച്ച കവിതകളും കഥകളും ഒക്കെ എഴുതുന്നവർക്കുള്ള പുരസ്കാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഈ വർഷവും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങോട്ടൊന്നും പോയിട്ടില്ല, തൊട്ടടുത്താണ്, എന്നാൽ പോലും ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളുടെയും കവിതകളുടെയൊക്കെ പേരിൽ പ്രശസ്തമായ ഒരു നാടാണിത്. അപ്പം ഞാൻ ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ പടയണി നടത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വർഷങ്ങളായിട്ട് നടന്നു വന്നിരുന്ന ഒരു ഉത്സവം, ഒരു ആചാരമാണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ടി വിയിൽ ഒരു സിനിമ കണ്ടു തീർത്തു പ്രിയങ്ങളെ. വാഴ എന്നുള്ള സിനിമ കഴിഞ്ഞ ദിവസം പകുതി കണ്ട്, ഇന്ന് ബാക്കിയും കൂടെ കംപ്ലീറ്റ് കണ്ട് തീർത്ത്. എനിക്ക് തോന്നുന്നു ഒരു 10-17 വർഷമെങ്കിലും ആയി കാണും ഞാൻ ടി വി കാണൽ ഉപേക്ഷിച്ചിട്ട്. കാരണം വേറൊന്നുമല്ല, മുത്ത് ടി വി കാണാനൊക്കെ തുടങ്ങിയ സമയം മുതൽ ഏത് സമയം അവന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അന്നൊന്നും ഇതുപോലെ മൊബൈലില്ലല്ലോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും പാട്ടോ പ്രോഗ്രാമോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഒന്നെങ്കിൽ സീരിയൽ വെക്കും, അല്ലെ ന്യൂസ് വെക്കും. അങ്ങനെ ഞാൻ പതുക്കെ അതിൽ നിന്ന് നീങ്ങി പിന്മാറിയതാണ് കേട്ടോ. നമുക്ക് ചോറുണ്ടാ പ്രിയങ്ങളെ, 8 മണിയായി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിട്ട ആ ഡ്രസ്സിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. എനിക്ക് അങ്ങനെ മീഷോയുടെ ഒക്കെ ലിങ്ക് ഷെയർ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുത്തിനോട് ചോദിച്ച് അത് പഠിച്ചെടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല രസമുള്ള ഡ്രസ്സാണേ. അതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ട്. ഇപ്പം ഇനി സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. നിങ്ങൾ കഴിക്കാൻ പോവാ കേട്ടോ. പോയി എടുക്ക്, അകത്തുനിന്ന് പോയേ. അപ്പോൾ 2 പേർക്കും ചോറ് വേണ്ട. ഇന്നെന്താ ചക്ക വേവിക്കാഞ്ഞ്? ഇന്ന് ചക്ക വേവിക്കാഞ്ഞ് എന്താ? അത് വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ചില്ല. ഞാൻ ചോറെടുത്തോണ്ട് വരാം, നിങ്ങളങ്ങോട്ട് പോ. ഞങ്ങൾ വാഴ സിനിമ കാണുക. നമ്മൾ നാളെ വാഴ 2 കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്ത് സിനിമ കാണുവാണ് പ്രിയങ്ങളെ. അത് മൊത്തം ഇന്ന് ഞാൻ കണ്ടു തീർക്കണം. പോ അങ്ങോട്ട്, അമ്മ വരാം. കഴിക്കുവാന്ന് മോനുകൂട്ടം പറഞ്ഞില്ലല്ലോ കഴിക്കാൻ പോവാന്ന്. ഇന്ന് അമ്പലത്തിൽ ഗാനമേളയാന്ന് കുക്കു പറയുന്നത് കേട്ടോ. അത് തുടങ്ങുവാന്ന് തോന്നുന്നു. ഇമ്മിണി ചോറെടുത്തിട്ടുണ്ട്, ചക്ക എടുത്തു, മീൻകറി, മോര്. ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ കേട്ടോ.
നാളെ കാണാമേ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. ടാറ്റാ. ഓ വരുന്നു വരുന്നു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.